സൂചി നൂല് മാത്രം യൂസ് ചെയ്ത് എങ്ങനെയാണ് കട്ട് വർക്ക് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എംബ്രോയ്ഡറിയിൽ ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മെറ്റീരിയൽ വെക്കുകയാണ്. ഇവിടെ ഞാൻ പോളിക്കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഈ മെറ്റീരിയലിന് 100 രൂപയിൽ താഴെയാണ് മീറ്ററിന് വരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ റിങ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. മാക്സിമം ലൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനുശേഷം ഞാൻ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തുണി വലിച്ചു കൊടുക്കണം. എക്സസ് ആയിട്ടുള്ള തുണി ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലിയൊരു ലീഫാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിഷ്ടാനുസരണം ലീഫിൻ്റെയും നമ്മൾ എന്താണ് എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാനായിട്ട് പറ്റും. 2 നൂല് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ ഈ രീതിക്കാണെങ്കിലും ചെയ്താൽ മതി സൂചി നൂലും. അതിനുശേഷം ഞാൻ ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെയിം രീതിയിൽ തന്നെ ഞാൻ ബാക്കിലും റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലേഡ് യൂസ് ചെയ്ത് ഞാൻ അവിടെ കട്ട് ചെയ്യുകയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെയർഫുള്ളായിരിക്കണം. നൂല് തമ്മിൽ കട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതിനുശേഷം ഞാൻ സിസേഴ്സ് യൂസ് ചെയ്ത് അവിടെ കട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്യുമ്പോൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് അവിടെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മിനിറ്റിന് ശേഷമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം അടുപ്പിച്ച് വേണം ചെയ്യാനായിട്ട്.
അതധികം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നീഡിൽ അകത്തേക്ക് മാക്സിമം കുത്തി ഇറക്കുകയാണ് വേണ്ടത്. മാക്സിമം അകത്തേക്ക് കുത്തി ഇറക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഏരിയയിൽ നമുക്ക് ഇവിടെ നെറ്റ് യൂസ് ചെയ്താൽ, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്, നെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച്.